വിശാഖ നക്ഷത്രവും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്ന ദിവസം മുതലാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉപാസനയുടെ ദീക്ഷയുടെ കാലത്തെയാണ് വൈശാഖ കാലം, വൈശാഖ മാസം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഭാഗവത അതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും അരങ്ങേറുന്നത് ഈ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട്, ഭാഗവതാർച്ചനകൾ കൊണ്ട്, നാമ സങ്കീർത്തനങ്ങളെ കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഏറ്റവും വലിയ ഒരു സമാരാധനയാണ് വൈശാഖ കാലത്ത് നടക്കുന്നത്. ഗുരുവായൂർ ഗുരുവായൂർ ദേവസ്വത്തിലെ ഏറ്റവും വലിയ കാലമായിട്ടാണ് വൈശാഖ കാലത്ത് കാണുന്നത്. വൈശാഖ കാലത്ത് ഭഗവത് ദർശനം നടത്തുക, ഭഗവത് സേവ നടത്തുക എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഭക്തജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. വൈശാഖ കാലത്ത് ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വരാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗുരുവായൂർ ദേവസ്വം ഒരുക്കി വരുന്നുണ്ട്. മാത്രമല്ല അവർക്കെല്ലാം വേണ്ട ഭക്ഷണം 3 നേരവും അവർക്ക് പ്രസാദോട്ട് നൽകി വരുന്നുണ്ട്. ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അവർക്ക് ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഈ രീതിയിൽ ഭക്തജനങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവസ്വം ചെയ്തു വരുന്നുണ്ട്. ആ രീതിയിൽ സുഖകരമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളും വളരെ സംതൃപ്തരായി മനസ്സും വയറും നിറഞ്ഞാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെയാണ് ഏതൊരു ദേവസ്വത്തിനും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു ധർമ്മം നിർവഹിക്കുവാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഇന്ന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യജനകമാണ്. എത്ര ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ അവർക്കൊക്കെ ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനും അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങൾ ഒരുക്കുവാനും എല്ലാം പ്രതിജ്ഞാബദ്ധമാണ് ഗുരുവായൂർ ദേവസ്വം. തീർച്ചയായും ഈ പുണ്യകാലം ഭഗവത് ദർശനത്തിനുള്ള ഈ ഏറ്റവും ഉചിതമായ കാലം ഭക്തജനങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും